സുമേഷാമ വാവയ്ക്കിടെ ഒരു നല്ല പേര് കണ്ടുപിടി. നീ എന്തോ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അത് കൊള്ളൂല, അഴുക്കപ്പേര്. അഴുക്കപ്പേര്. അഴുക്കപ്പേര്? അത് അഴുക്കെന്ന കാര്യം പഠിപ്പിച്ചെന്ന് കൊള്ളത്തെ. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. അഴുക്കപ്പേരൊന്നും പറയാൻ പാടില്ല. കൊള്ളൂല. ആ അങ്ങനെ പറ. അതിപ്പം അത് കൊച്ചു ജനിക്കിട്ട് മക്കളെ, എന്നിട്ട് നമുക്ക് നോക്കാം. വേണ്ട, ഇപ്പൊ നോക്കാം. എടാ അത് അനിയത്തി, കണ്ണൻ മോനെ അനിയത്തിയാണോ അനിയനാണോ നോക്കണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പേരിടാൻ പറ്റൂ. അപ്പൊ നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. ആ രണ്ടും. അത് സുമേഷ് പിന്നെ പറഞ്ഞുതരാം. സുമേഷ് പിന്നെ പറഞ്ഞുതരാം. എന്താ ഇപ്പൊ ആലോചിച്ചത്? എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നേ? നമ്മളെ വാവയ്ക്കിടാൻ പേര് കണ്ടുപിടിക്കുവായിരുന്നു. ചിറ്റപ്പനാണോ പേര് കണ്ടുപിടിക്കുന്നത്? അതെന്താണ് നിനക്കൊരു പുച്ഛം? അയ്യോ അങ്ങനല്ല, ഇത് വാവ ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പേര് ഇട്ടാ പോരെ. ആദ്യം ഇവന്റെ അടുത്ത് പറയുമ്പോ കേൾക്കുന്നത്, നീ ഇത് പറഞ്ഞുവിടും. കണ്ണ, നമുക്ക് ഇത്തിരി സമയം എടുത്ത് നല്ല അർത്ഥമുള്ള പേര് കണ്ടുപിടിക്കാം. അത് വേണ്ട മക്കളെ, ഈ പേരിടുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് അമ്പു പോലെ ഇരിക്കുന്നവൻ ശംഭു, ആമയെ പോലെ നടക്കുന്നവൾ ആമി. ഇതൊരു അർത്ഥം വേണം. ആണല്ലേ? ഞങ്ങളുടെ പേരിന്റെ അർത്ഥം ഇതാന്ന് ചിറ്റപ്പൻ എങ്ങനെ അറിയാം? അത് ഊഹിച്ചൂടെ? ആണല്ലേ? ചിറ്റപ്പന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ? എന്താ നീ പറയടാ എന്റെ അർത്ഥം? ഞാൻ പറയും. ആ നീ പറ. കണ്ണ നീ കേക്കണം. ശരിക്കും അപ്പൂപ്പൻ ചിറ്റപ്പന് ജനിക്കുന്നതിന് മുമ്പ് ഇടാൻ വെച്ചിരുന്ന പേരെന്തിരുന്നറിയാമോ? സുന്ദരൻ എന്നായിരുന്നു. സുന്ദരൻ, ഉത്തമൻ, പൈങ്കിളി, സുന്ദരൻ, ഈ 3 പേരുമായിരുന്നു ഇടാൻ വെച്ചിരുന്നത്. പക്ഷെ അവര് മാറ്റി. അതെന്താ? കണ്ണാ ഞാൻ പറഞ്ഞു തരാടാ. ചിറ്റപ്പൻ ജനിച്ച് അപ്പൊ ചിറ്റപ്പനെ കണ്ടു, അതോടെ ആ പേരും മാറ്റി. അതോടെ പേര് മാറ്റിയോ? ഞാൻ നിന്റെ ആരടാ? ചിറ്റപ്പൻ ചിറ്റപ്പൻ ഇമാതിരി വർത്താനം പറയാൻ മുമ്പിൽ ഇരുന്ന്. അല്ല അത് അച്ഛൻ പണ്ട് പറഞ്ഞത് കേട്ട് പറഞ്ഞു. അല്ലല്ല, വിട്. നമുക്ക് കളിക്കാം, വാ. ഞാൻ കളിക്കാൻ വരുന്നില്ല. ചിറ്റപ്പൻ സാധാരണ കളിക്കാൻ വരുമായിരുന്നല്ലോ. ഞാനിപ്പോ കളി നിർത്തി. പ്ലീസ്. ഞാൻ വരുന്നില്ല മക്കളെ. മക്കൾക്ക് സുമേഷ് പിന്നെ പേര് പറഞ്ഞുതരാം. മക്കൾ ചെല്ല്. അല്ല ഇപ്പൊ കളിക്കാം. ഇല്ല ഞാൻ വരുന്നില്ല. മക്കൾ പോ. ഇങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി വരരുത്. ഞങ്ങൾ കളിക്കാൻ കൂട്ടത്തില്ല. ഞാൻ വരുന്നില്ല. കളിക്കണ്ട. കളിക്കണ്ട. അല്ല ഒന്ന് നിന്നേ. അല്ല ഈ അകത്താണോ പുറത്താണോ കളിക്കുന്നത്? പുറത്ത്. ഞാനും വരാം. കൈവേദനിക്കുന്നു. കുഴപ്പമില്ല. ഇവ വർത്താനം പറഞ്ഞോണ്ടല്ലേ ഞാൻ പിടിച്ചോണ്ട് പിടിക്കോ? നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. പോ. എന്താടാ ഇവിടെ പൈങ്കിളി എവിടെ? അവൾ ആ തന്ത്രം ഉണ്ടല്ലോ. അവൾക്ക് എന്താ ഉറക്കം കിട്ടണില്ലെന്ന് പറഞ്ഞു? ഓ ഉറക്കം കിട്ടില്ലെന്ന്. ഇതേ ഈ മരുന്നേ ഇത് നല്ല നാടൻ പാലാണ്. ഈ പാല് ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, ഉറക്കം കിട്ടിക്കോളൂ. ഉറക്കം കിട്ടുമോ? പിന്നെ എവിടെ കളിയാ? മൃഗാൻ ഡോക്ടർ എന്ന് കളിയാ. അവളെ പേര് കിളി എന്ന് പറഞ്ഞ് മൃഗപാൽ ഡോക്ടറിന്റെ മരുന്ന് വെച്ചിട്ടുണ്ട്. മൃഗാൻ ഡോക്ടർ മോള് ഡെലിവറിക്ക് കിടന്നപ്പോഴത്തേക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഇതാണ് കൊടുത്തത്. ഓ അളിയന്തിരി ദേഹത്തത്ര മണ്ണ് ബാക്കിലൊക്കെ കബഡി കളിച്ച സംഭവം കബഡി കളി പോലെ തന്നെയായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് ആ ജംഗ്ഷന്റെ വളവിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആൾക്കൂട്ടം. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു പൂച്ചയുടെ കരച്ചിലായിരുന്നു. എവിടെ? ആ ജംഗ്ഷന്റെ വളവിൽ ആ ഓടയില്ലേ? ഓടയില്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. കുറെ ആൾക്കൂട്ടം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആരും ഒന്നും ചെയ്യണില്ല. ആളിയെ ടക്കന്നെ സാധ്യത ചാടി ഇറങ്ങി പൂച്ച രക്ഷപ്പെടുത്തി അങ്ങോട്ട്. നീ എങ്ങനെ അറിഞ്ഞത്? ഇത് നമുക്ക് അറിഞ്ഞൂടല്ലേ അറിയാ. എത്ര വർഷമായിട്ട് ആരും പറയണ്ട. പൂച്ച ഓടെ കിടന്ന ഉത്തമൻ ചാടിയിരിക്കും. എനിക്കറിയാലത്. അത് രക്ഷപ്പെടുത്തിയല്ലേ? ഞാൻ ചാടി ഇറങ്ങി. ഇതെന്നെ തോളി ചവിട്ടി ഒറ്റ ഓട്ടം. ആളുള്ളവരും കൂടെ ഭയങ്കര ചിരി കൈയടിയായിരുന്നു. കൈയടിക്കഴിഞ്ഞത് പിന്നെ ഇത് കൊടു ഇത് കൊണ്ട് അമ്മേരെ കൊടു. അമ്മ ഇത് നീ ഇതെന്തോ നീണത്? ഇതെന്തോ നീണത്? വേനൽക്കാലമാണ്. അതല്ലേ കൈ കളി. വന്നത് പോലെ നീ കുളിച്ചോണ്ടിരിക്കണല്ലോ. കുളിക്കാതെ കളിയാ. കൈ അത് ചെയ്യരുതല്ലോ, അങ്ങനെ ചെയ്യല്ലേ. അളിയാ കൈയും കാലും കഴിയണം. ചുമ്മാ എടാ കൈയും കാലൊക്കെ പിന്നെ അളിയൻ എന്താളിയാ? കൈകൾ കഴിയില്ല ഇതുപോലെ. അല്ല ഞാൻ കഴി ചെരുപ്പ കഴിവുണ്ട് ഇനി. എടാ നമുക്ക് മാത്രമല്ല വെള്ളം ഉപയോഗിക്കേണ്ടത്, പിന്നെ ആർക്ക്? വരും തലമുറകൾക്ക് ഉപയോഗിക്കണം. ഈ ബക്കറ്റിലെ വെള്ളം, ഈ ബക്കറ്റിലെ വെള്ളമല്ല, ഇത് സേവ് ചെയ്ത് വെക്കും നമ്മള്. വരും തലമുറക്ക് കൊടുക്കാൻ ആവശ്യത്തിന് ഉപയോഗിക്കും. നീ കോനടിക്കണം എന്നെ. അളിയ ഞാൻ അളിയനെ കോനടിക്കണം, അളിയ എന്നെ കോനടിക്കണം. നീ പോടാ അവിടെ. അയ്യോ ഇയാൾക്കെന്ത് ഈ പെണ്ണിന്റെ ഒരു വ്യാക്കൂണ്. എടി ദോശയും ചിക്കനും കൂടെ ആരെങ്കിലും കഴിക്കുവോ? ചമ്മന്തി ഇരിപ്പുണ്ട്, തരട്ടെ? എനിക്കും കൊച്ചിനും ദോശയും ചിക്കനും കഴിക്കാനൊക്കെ തോന്നുന്നു. എന്നാ കുറച്ചുകൂടെ തരട്ടെ കൊച്ചിന് വേണ്ടിട്ട്? ചിക്കൻ വേണ്ട, ഉള്ളി മാത്രം മതി. സെറ്റ് ഇതെന്തോ നാടൻ പാൽ.
അതെന്തുവാന്ന്? ഉറക്കം മരുന്ന്. അച്ഛൻ വന്നു? ഇല്ല. പിന്നെ അളിയൻ തന്നാ. ചേട്ടനോ? ചേട്ടനോടെ ഹെൽപ്പ് വേണോ? വേണ്ട. എടാ ഇതെങ്ങനെയാടാ കൊടുക്കണ്ടേ? ഇതാ പാൽ എനിക്ക് ചായ ഇട്ട് തന്നിട്ട് ആ പാല് തിളപ്പിച്ചിട്ട് അതിനകത്ത് ചൂട് പാലിൽ കലക്കി കൊടുക്കാൻ പറഞ്ഞു അളിയെ. ആ ചൂട് പാലിലോ? അല്ല, അപ്പൊ അച്ഛൻ കൊണ്ടുവരുന്ന മരുന്ന് കഴിക്കണ്ട, ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? എടി ഏതായാലും ആദ്യം കിട്ടിയ മരുന്ന് ഇതല്ലേ, ഇതങ്ങോട്ട് കഴിക്ക്. അച്ഛൻ കൊണ്ടിരുന്നൊക്കെ പിന്നെ നോക്കാം. എന്റെ ചിക്കൻ എടുത്തോണ്ട് പോന്ന്. ശിവ അവൾ കഴിക്കട്ടെന്ന്. ഒന്നും കഴിച്ചിട്ടില്ല കൊച്ച്. എടാ ഉത്തമനല്ലേ വിളിക്കുന്നേ? നീ നിന്ന് നോക്കിക്കേ, ഞാൻ ഇവൾക്ക് കൊടുക്കട്ടെ. അയ്യോ, അല്ല അളിയ ഞാനാണ്. എടാ നീയേ ആ നീ ആ മോട്ടർ ഓൺ ചെയ്തടാ, വെള്ളം തീർന്നു. മോട്ടറാ? ഓ എന്തിനളിയാ? എടാ വെള്ളം ഇല്ലടാ. വെള്ളം ഇല്ലേ? പിന്നെ മോട്ടർ ഓൺ ചെയ്യണ എന്തിനാണ്? അല്ലെ എനിക്കറിഞ്ഞൂടാ. നീ മോട്ടർ ഓൺ ചെയ്യ്, പെട്ടെന്ന് ചെയ്യ്. ചെയ്യണോ? ഓ ഞാൻ ഇപ്പൊ പോയി ചെയ്യാനാ. എടാ ദേഹത്തൊക്കെ ഇത് നീ പോടാ അവിടെ അങ്ങോട്ടാ. അമ്മ അമ്മ എന്താ മേടിച്ചാ? പോടാ അവിടെ പോ, നീ അവിടുന്ന്. അളിയ മേടിച്ചാലത്ത്. എടാ നീ മാറിപ്പോ. അമ്മ അളിയ മോട്ടർ ഓൺ ചെയ്താ പോരെ? ഡേയ് മോട്ടർ അളിയ മോട്ടർ ഓൺ ചെയ്താ പോരെ? ഞാൻ ഓൺ ചെയ്യാം. ഓ അതല്ലേ പറഞ്ഞത്, ഓൺ ചെയ്യാൻ. നീ ഓൺ ചെയ്ത് ദേഹത്തൊക്കെ സോപ്പ് വെച്ചേക്കണെന്ന്. തോർത്തെടുത്ത അളിയ. എടാ എടുത്തടാ, വെള്ളം ഇല്ലടാ ഇവിടെ. പിന്നെ തുടച്ചിട്ട് ഇറങ്ങി പോര്. ഞാൻ ഇപ്പൊ ഇറങ്ങി വരുവുള്ള കാര്യം ഞാൻ പറഞ്ഞു. നീ പോ മാറ. ആശേ ചേച്ചി അല്ല അളിയ ചേച്ചി വന്നില്ല, ജോലിക്ക് പോയിട്ടാ വന്നില്ല. എന്ത് കേട്ട്? അമ്മ ഞാൻ അപ്പച്ചപ്പ വിളിച്ചോണ്ട് വരട്ടാ. എടാ ഇത് മോട്ടർ ഓൺ ചെയ്യടാ ഇത്തിരി. അല്ല അളിയ മോട്ടർ ഓൺ ചെയ്യാം, പക്ഷെ വേനൽ കാലമല്ലേ. അതിന് അല്ല അപ്പൊ നമ്മള് വെള്ളമൊക്കെ സൂക്ഷിച്ചു വെച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നീ മാറടാ അവിടെ നിന്ന്. അമ്മ അല്ല ഞാൻ ഓൺ ചെയ്തിട്ട് വരാം. എടാ മര്യാദക്ക് നീ അത് ഓൺ ചെയ്, മോട്ടർ ഓൺ ചെയ്ത്. അല്ല അളിയാൻ ബക്കറ്റൊക്കെ എടുത്തോണ്ട് പോയാണ്, ഓർമ്മയുണ്ടോ? ആശേ അമ്മ അളിയ ചേച്ചി ഇല്ല, ഞാൻ തന്നെ ഓൺ ചെയ്യാം കേട്ടോ. എടാ ഒന്ന് ഓൺ ചെയ്യടാ. ആ ഓൺ ചെയ്യാം.